ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന പംകിൻ സീഡ്സ് ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ക്യാൻസർ തുടങ്ങി ഹൃദ്രോഗത്തിന് വരെ പരിഹാരം കാണാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമായ വിത്താണ് മത്തൻകുരു. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിന് പുറമെ മഗ്നീഷ്യം, സിങ്ക്, ഫാറ്റി ആസിഡുകൾ എന്നിവയും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇവയെല്ലാം മത്തൻകുരുവിൽ കാണപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പോഷകങ്ങളും ഈ മത്തൻകുരുവിൽ അടങ്ങിയിരിക്കുന്നു. ഫാറ്റി ആസിഡുകളുടെ സമ്പന്ന ഉറവിടമായ മത്തങ്ങാക്കുരു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന അമിനോ ആസിഡായ കുക്കുർബിറ്റാസിൻ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ ഇവയിൽ വൈറ്റമിൻ സിയും ധാരാളമായിട്ടുണ്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറിയാണ് മത്തങ്ങ. സാധാരണ എല്ലാവരും മത്തങ്ങ മാത്രം കഴിക്കും, കുരു കളയും. അതാണ് പതിവ്. എന്നാൽ ഇനി മുതൽ കുരുവും കൂടെ കഴിക്കാൻ ശ്രമിക്കണം. കാരണം മത്തങ്ങയുടെ വിത്തും ആരോഗ്യകരവും പോഷകങ്ങളാൽ സമ്പന്നവുമാണ്. ഈ വിത്തുകളിൽ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും കൂടാതെ രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതുമാത്രമല്ല, മത്തൻകുരുവിലെ മഗ്നീഷ്യം രക്തസമ്മർദ്ദം അഥവാ BP നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മത്തൻകുരു ഉൾപ്പെടുത്തുക. മത്തങ്ങ വിത്തിൽ സെറാട്ടോണിൻ എന്ന ന്യൂറോ കെമിക്കൽ അടങ്ങിയിരിക്കുന്നു. ഈ വിത്തുകളിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡാണ് കൂടുതലായിട്ടുള്ളത്. ഇത് ശരീരത്തിലെ സെറാട്ടോണിനായി മാറുകയും നല്ല ഉറക്കം കിട്ടുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം അനുഭവിക്കുന്നവർ നിർബന്ധമായും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മത്തൻകുരു ഉൾപ്പെടുത്തുക. ഇതുമാത്രമല്ല, മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് മൂലം വൻകുടൽ, സ്തനം, ആമാശയം തുടങ്ങിയ അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. മത്തങ്ങ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. കൂടാതെ ഈ വിത്തുകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മത്തൻകുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. സന്ധികളിൽ വേദനയുണ്ടാകുകയാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോ കെമിക്കലുകളും ഉള്ളതിനാൽ പ്രതിരോധശേഷി കൂട്ടുകയും ജലദോഷം, പനി, ക്ഷീണം തുടങ്ങിയ മറ്റസുഖങ്ങൾ എന്നിവയിലേക്ക് നയിക്കാവുന്ന വൈറൽ അണുബാധകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് മത്തൻകുരു. ഇനി പ്രമേഹമുള്ളവർക്കും വളരെ നല്ലതാണ് മത്തൻകുരു. കാരണം ഫൈബർ ഉള്ളതിനാൽ പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു വിത്ത് കൂടിയാണ് മത്തൻകുരു. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മത്തങ്ങ വിത്തുകൾ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇതുകൂടാതെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തടി കുറയ്ക്കാനായി നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഈ കുരു ഉൾപ്പെടുത്താം. കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മത്തൻകുരു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് ഈ മത്തൻകുരു. ഇത്തരം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു മത്തൻകുരു ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കൊഴുപ്പ് കുറഞ്ഞ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തൈര് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. തൈര് നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ മാനേജ് ചെയ്യുന്നതിനും ഷുഗർ കുറയ്ക്കുന്നതിനും കൊഴുപ്പ് എരിയിച്ചു കളയുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഷുഗറുള്ളവർ തേൻ ചേർക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ച് മാത്രം തേൻ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. വെയ്റ്റ് ലോസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും തേൻ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തേനിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. 1 ടീസ്പൂൺ എന്നത് 1/2 ടീസ്പൂൺ ആക്കി മാറ്റുക. ഇനി ഇതിലേക്ക് അവസാനമായി മത്തൻകുരു ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മത്തൻകുരുവാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഇതെങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. മത്തൻകുരു റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. ഒരു ഹെൽത്തി സ്നാക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇടനേരങ്ങളിൽ വിശപ്പ് അനുഭവപ്പെടില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. ഇതിൽ ചേർത്തിരിക്കുന്നത് തൈരാണ്. തൈരെന്ന് പറഞ്ഞാൽ ഗട്ട് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് തൈര്. തൈരിനോടൊപ്പം പംകിൻ സീഡ്സും കൂടെ കഴിക്കുമ്പോൾ ഒട്ടും വിശപ്പ് അനുഭവപ്പെടില്ല. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഫാറ്റ് കട്ടറായിട്ടാണ് തൈര് പ്രവർത്തിക്കുന്നത്. കൂടാതെ എല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണ് തൈര്. ഡൈജഷനും ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഫ്രണ്ട്സ്, ഷുഗറും കൊളസ്ട്രോളും തടിയുമൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും
കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്